ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രേംകുമാറുമായി സംസാരിച്ചു. അരുവിക്കരയിലോ നെയ്യാറ്റിൻകരയിലോ മത്സരിച്ചേക്കുമെന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സൂര്യഗായത്രി വിശദാംശങ്ങളുമായി. സൂര്യഗായത്രി, നേരത്തെ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ താൻ എവിടെയും പോകാൻ നിൽക്കുന്നയാളല്ല, ഒന്നും മുൻകൂട്ടി തീരുമാനിച്ച് ചെയ്യുന്നയാളല്ല, രാഷ്ട്രീയക്കാരനല്ല, കോൺഗ്രസ് കുടുംബത്തിൽ പിറന്ന ആളാണ്, പക്ഷേ ഇടത് സഹയാത്രികനായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അത് വലിയ പരിഭവമുണ്ട് തന്നെ പുറത്താക്കിയതിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഇന്നും ആ പ്രതികരണങ്ങൾ വന്നു. ഇത് കോൺഗ്രസിലേക്ക് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ച് നൽകാം അല്ലേ? അനുജ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതായത് നേരത്തെ ചർച്ചകൾ എവിടെയൊക്കെയോ നടക്കുന്നുണ്ടാകും, പക്ഷെ ഔദ്യോഗികമായിട്ട് ആരും തന്നോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രേംകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ KC വേണുഗോപാൽ പ്രേംകുമാറുമായിട്ട് ഇത് സംബന്ധിച്ചുള്ള കൂടിക്കാഴ്ച നടത്തുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രേംകുമാർ കോൺഗ്രസിലേക്കോ എന്നുള്ള പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ഈ സമയങ്ങളിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ട് ുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. CPM-ഉമായിട്ട് പരസ്യമായിട്ട് ചില എതിർപ്പുകൾ പ്രേംകുമാർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആശാ സമരമൊക്കെ നടക്കുന്ന സമയത്ത് ആശാ പ്രവർത്തകരുടെ സമരത്തിന് ഒരു പരസ്യ പിന്തുണ പ്രേംകുമാർ നൽകുകയും അത് പിന്നീട് ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പൊടുന്നനെ പ്രേംകുമാറിനെ മാറ്റിയ സംഭവം അതും വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും തന്നെ അങ്ങനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഒരു എതിരഭിപ്രായം പ്രേംകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഇടയ്ക്കാണ് അതിൽ ഒരു ഇപ്പോൾ ഈ വരുന്ന വാർത്തയുടെ വിവരങ്ങൾ സൂര്യഗായത്രി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹവുമായി സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് നടന്നിട്ടുണ്ട് എന്നാണോ? അദ്ദേഹം സമ്മതം മൂളിയോ കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുമെന്നാണോ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ അഭ്യൂഹങ്ങൾ വരുന്നു, അതിന്റെ വിവരങ്ങൾ പറയൂ. നിലവിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്ന് ചില സൂചനകൾ വരുന്നുണ്ട്. KC വേണുഗോപാൽ MP സംസാരിച്ചത് കോൺഗ്രസിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമോ എന്നുള്ളതൊരു ചോദ്യമായിട്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അത്തരത്തിൽ പരസ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. അത് കൂടാതെ ചില അധികാരങ്ങൾ കൂടി അദ്ദേഹത്തിലേക്ക് വരും എന്നുള്ള ചില വാഗ്ദാനം കൂടി കോൺഗ്രസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് CIC സഭാംഗമായി പ്രേംകുമാറിന് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ബോർഡ് കോർപ്പറേഷൻ പദവി നൽകാനുള്ള ചില തീരുമാനങ്ങൾ കോൺഗ്രസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതുകൂടാതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരത്തിലൊരു വരക്കം കോൺഗ്രസിലേക്ക് പ്രേംകുമാർ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സ്ഥാനാർത്ഥിത്വം അത് പ്രേംകുമാറിന് ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും KC വേണുഗോപാൽ MP തന്നെ നേരിട്ട് പ്രേംകുമാറുമായിട്ട് ഈ വിഷയത്തിൽ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തി എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും കോൺഗ്രസിലേക്ക് എത്തുമോ പ്രേംകുമാർ എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഒക്കെ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.